പ്രിയപ്പെട്ടവരെ, നാം പാർക്കുന്ന ഈ ഭൂമി എത്ര മനോഹരമാണ്. നമ്മുടെ കർത്താവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ഞാൻ പറയാൻ പോകുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാർക്കുന്ന കാനഡയിലെ നവോസ്കോഷ്യ പ്രവിൻസിലുള്ള കേപ്പ് ബ്രിട്ടൺ ഐലൻഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കുടുംബങ്ങളോട് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം കർത്താവ് ഒരുക്കി തന്നു. ആ യാത്രയുടെ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അതെ, പാഴും ശൂന്യമായിരുന്ന ഈ ഭൂമിയെ ദൈവം വാസയോഗ്യമാക്കി മാറ്റി. കർത്താവിൻ്റെ സൃഷ്ടിപ്പ് അതത്ര ശ്രേഷ്ഠകരമാണ്. സങ്കീർത്തനം 104:24 വാക്യത്തിൽ പറയുന്നു, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. 19:1 നാം കാണുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. 24:1-2 ഇപ്രകാരം നാം കാണുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:3 നാം കാണുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതെ, നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി ഇത്ര മനോഹരമാണെങ്കിൽ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ കെട്ടിടം ഇതിലും അത്ര ശ്രേഷ്ഠകരം മനോഹരവുമാണെന്ന് നമുക്ക് പൂർണ്ണമായും ആശിക്കാം, വിശ്വസിക്കാം. അതേ പ്രിയരെ, 2 കൊരിന്ത്യർ ലേഖനം 5-1 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അതെ, നാം പാർക്കുന്ന ഈ ഭൂമി ഇതൊരു ശാശ്വത ഭവനമല്ല. ഈ ഭവനം വിട്ടിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ഒരു ദിവസം ഉണ്ട്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മുടികൾ സ്നാനം പ്രാപിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കി ആവലോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ആ മനോഹരമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ